ഹലോ ഹായ് ഗുഡ് മോർണിംഗ് മക്കളെ, എല്ലാവർക്കും ഇന്ന് ഇംഗ്ലീഷിൻ്റെ +2 ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ന്യൂട്ടൺ ക്ലാസ്സിൻ്റെ +2ൻ്റെ ഇംഗ്ലീഷിൻ്റെ നമ്മുടെ യൂണിറ്റ് 1ൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഇത് ഹൊറഗെല്ലോ. ആ ഒരു ചാപ്റ്റർ നമ്മൾ എടുക്കുന്നതിന് മുന്നേ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നല്ല രീതിയിൽ നമ്മുടെ ഓരോ ചാപ്റ്ററും എടുത്ത് പറഞ്ഞു പോയിട്ടുണ്ട് അല്ലേ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ മാച്ച് ബോക്സിനെ പറ്റിയാണെങ്കിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്ന സമയത്ത് എന്താണ് നമ്മുടെ ലൈഫിൽ കുറച്ചുകൂടി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ നല്ല ഒരു അനുഭവം പങ്കുവെക്കുന്ന കഥകളും കവിതകളും ഒക്കെയാണ് നമ്മുടെ ചാപ്റ്റർ എല്ലാവിടെയും ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ. നമ്മുടെ ഈ +2 പാഠഭാഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓരോ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് തരുന്ന സന്ദേശങ്ങൾ അല്ലെങ്കിൽ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ നമ്മൾ ഓരോരുത്തരും എന്താണ് വളരെ ഭംഗിയായിട്ട് നോക്കുന്നുണ്ടാവും, ശ്രദ്ധിക്കുന്നുണ്ടാവും. അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും എല്ലാം തന്നെ നമ്മൾ തരുന്നുണ്ട് അല്ലെ. അങ്ങനെയല്ലേ നമ്മളെല്ലാം ഇത്ര ദിവസവും കഴിഞ്ഞു പോയത്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്ററിലോട്ടാണ് പോകുന്നത്. അപ്പൊ പുതിയ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് ആ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നമ്മൾ ആദ്യം ഈ ഒരു ചാപ്റ്റർ ഒന്ന് വായിക്കണം. നിങ്ങൾക്ക് ഒറ്റ വായനയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററുകളാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. എന്നാലും ഒരുപാട് അർത്ഥങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി കഴിയുന്ന ചാപ്റ്ററുകളാണ്. അപ്പൊ ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് പുതിയ ചാപ്റ്ററിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ആൾക്കാരും ആ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് എന്ത് ചെയ്യണം, ഒരു തവണയെങ്കിലും ഈ ഒരു ചാപ്റ്റർ വായിച്ചിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അങ്ങനെ ചാപ്റ്റർ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്കും കിട്ടുന്ന കുറെ അനുഭവങ്ങള് അതുപോലെ തന്നെ കുറെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരും. നിങ്ങളുടെ കുട്ടിക്കാലത്തെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഓരോരോ സംഭവങ്ങളെയും നിങ്ങളുടെ മുത്തശ്ശനെ പറ്റിയോ ഒക്കെ തന്നെ നിങ്ങളുടെ ഇടയിലേക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ കുഴപ്പമില്ലല്ലോ, നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം അല്ലേ. ഓക്കെ അല്ലേ. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്താണ്, ഹൊറഗെല്ലോ എന്നാണ്. ഹൊറഗെല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹൊറഗെല്ലോ ആ ഒരു പിക്ചറിൽ വേറൊരു ആൽമരം ഒക്കെയാണ് കാണിക്കുന്നെങ്കിൽ ഹൊറഗെല്ലോ എന്ന വാക്കിന്റെ ഒരു സന്ദേശം അല്ലെങ്കിൽ ആ ഒരു അർത്ഥമായിട്ട് നിങ്ങൾക്ക് എന്താ പറയാൻ തോന്നുന്നു. ഹൊറഗെല്ലോ അവിടെ കാണിക്കുന്നുണ്ട്, ചെറിയ രീതിയിലാണ് അവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. എന്താണ്, ഒരു കല്ല് അല്ലെ, ഇരിക്കുന്ന കല്ലിനെയാണ് ഈ പറയുന്നത് ഹൊറഗെല്ലോ എന്ന് പറയുന്നത്. അതായത് നമ്മൾ വഴിയാത്രക്കാര് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കല്ല്. നിങ്ങൾ കണ്ട രണ്ട് ചെറിയ കല്ലുകൾ നേരെ ഇങ്ങനെ ഇട്ടതിന് ശേഷം അതിന്റെ മുകളിൽ ഒരു പരന്ന കല്ല് അവർക്ക് യാത്രക്കാർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൊറഗെല്ലോ എന്ന് പറയുന്നത്. ഇതെന്താണ്, ഇതൊരു അനെക്ഡോട്ടാണ്. അനെക്ഡോട്ട് എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അനെക്ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ എല്ലാ പാഠം തുടങ്ങുന്ന മുന്നേ നമ്മുടെ കോണ്ടന്റ് എഴുതുന്ന സമയത്ത് അവിടെ തന്നിട്ടുണ്ടാവും അല്ലെ. മാച്ച് ബോക്സ്, സ്റ്റോറി, ഹൊറഗെല്ലോ, അനെക്ഡോട്ട് എന്നൊക്കെ തന്നിട്ടുണ്ട്. എന്താണ് ഈ അനെക്ഡോട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ് ഈ അനെക്ഡോട്ട്? അതായത് ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങള് അതിന്റെ പങ്കുകള് എങ്ങനെയാണ് നമുക്ക് തരുന്നത്, ഒരു അനുഭവങ്ങളുടെ കഥയുടെ രൂപത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു വാക്യങ്ങളുടെ രൂപത്തിൽ നമുക്ക് തരുന്ന, ശരിക്ക് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങള് ഈ ഒരു കഥയുടെ രൂപത്തിൽ തരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അനെക്ഡോട്ട് എന്ന് പറയുന്നത്. അതൊന്ന് ശരിക്കും നിങ്ങൾക്ക് വായിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ എഴുത്തുകാരി ഇവിടെ സൂചിപ്പിച്ചു പോകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പിക്ചർ നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ, എന്താ ഇവിടെ ഉള്ളത്, ഈ പിക്ചറിൽ എന്താ ഉള്ളത്, ഈ പിക്ചറിൽ ഒരു വലിയ ആൽമരം പോലെ കാണണ്ടല്ലേ. ഒരു വഴി നടക്കാനുള്ള പണ്ടത്തെ നടക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഈ ഒരു രീതിയിലുള്ളതായിരിക്കും അല്ലെ. അങ്ങനെ നടക്കുന്ന ആൾക്കാരും റെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മുടെ ഈ ഒരു ഹൊറഗെല്ലോ എന്ന് പറയുന്ന അനെക്ഡോട്ട് എഴുതിയിട്ടുള്ളത് ആരാണ്, സുധാമൂർത്തി എന്ന് പറയുന്ന നമ്മുടെ എഴുത്തുകാരിയാണ്. സുധാമൂർത്തി ആരാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് പിക്ചർ കണ്ടിട്ടുണ്ട് സുധാമൂർത്തിയുടെ. സുധാമൂർത്തി വാസ് ബോൺ ഇൻ 1950 at ഷിഗാൺ ഇൻ നോർത്ത് കർണാടക. സുധാമൂർത്തി 1950 എവിടെയാണ് ജനിച്ചത്, നോർത്ത് കർണാടകയിലാണ് ജനിച്ചത് അല്ലെ. അവരെന്തായിരുന്നു, ആൻ M.Tech in computer science. She teaches computer science to postgraduate students. എന്താണ്, അവർക്ക് കമ്പ്യൂട്ടർ സയൻസിൽ M.Tech ഉണ്ടായി. അവരാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കമ്പ്യൂട്ടർ സയൻസിൽ PG ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. എ prolific writer in English and കന്നഡ. അവർ എവിടെയൊക്കെയാണ് നന്നായിട്ട് അവരുടെ ഇംഗ്ലീഷ് ഭാഷയിലും കന്നഡ ഭാഷയിലുമാണ് നന്നായിട്ട് എഴുത്തുകൾ എഴുതിയിട്ടുള്ളത്. She has written novels, technical books, travelogues, collections of short stories
ആൻഡ് നോൺ ഫിക്ഷൻ പീസസ്. എന്താണ്, അവർ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലെ. അതിൽ ഏതൊക്കെയാണ് അവർ നോവൽസ് എഴുതിയിട്ടുണ്ട്, ഇവരുടെ ടെക്കുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡുമായി ബന്ധപ്പെട്ട് ടെക്നിക്കൽ ആയിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ട്രാവലോഗ്സ് എഴുതിയിട്ടുണ്ട് അല്ലെ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്, നോൺ ഫിക്ഷൻസ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്? നമ്മുടെ എഴുത്തുകാരി സുധാമൂർത്തി നമ്മുടെ മുന്നിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇതില് ഹൊറഗില്ലോ എന്ന് പറയുന്നത് എന്താണ്? ഹൊറഗില്ലോ ഈസ് ട്രീഗൻ ഫ്രം ദ ഓൾഡ് മാൻ ആൻഡ് ഹിസ് ഗോഡ്. അവരുടെ എഴുത്ത് ആയിട്ടുള്ള ദ ഓൾഡ് മാൻ ആൻഡ് ഹിസ് ഗോഡ് എന്നതിൽ നിന്ന് എടുത്തൊരു ഭാഗം മാത്രമാണ് ഈ ഇരിക്കുന്ന കല്ല് എന്ന് പറയുന്ന ഹൊറഗില്ലോ എന്ന വാക്കർത്ഥം വരുന്ന നമ്മുടെ പാഠഭാഗം. ഓക്കെ, ഡിസ്കവറിംഗ് ദ സ്പിരിറ്റ് ഓഫ് ഇന്ത്യ അല്ലെ. ഈ പറയുന്ന ദ ഓൾഡ് മാൻ ആൻഡ് ഹിസ് ഗോഡ് ഡിസ്കവറിംഗ് ദ സ്പിരിറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്തപ്പോൾ അത് ഏത് വർഷമാണ് പബ്ലിഷ് ചെയ്തത്? 2006 പെൻഗ്വിൻ ബുക്സ് ന്യൂഡൽഹി പബ്ലിഷ് ചെയ്ത കാര്യമാണ്. അതേ കാര്യം നമ്മുടെ മുന്നിലേക്ക് അതിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗമായിട്ട് ഹൊറഗില്ലോ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റില് ലാസ്റ്റ് ഭാഗത്തേക്ക് അല്ലെ നമ്മുടെ പാഠം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഓദറിനെ പറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പ്രൊഫൈല് നല്ലോണം വായിക്കാം, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇതില് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ, നമുക്ക് എന്നാ പാഠത്തിലേക്ക് പോയാലോ? നേരെ പാഠത്തിലേക്ക് പോകാം അല്ലെ. ഓക്കെ, ഹൊറഗില്ലോ എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു പോയത്. എന്താണ്? ഇരിക്കുന്ന കല്ല്, വിശ്രമിക്കാനുള്ള ഒരു കല്ലായിട്ട് നമ്മൾ പറയാം. ചുമട് താങ്ങി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ ഈ ഒരു കല്ലുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. പണ്ട് പഠിച്ച നന്നങ്ങാടികളെ പറ്റിയിട്ടും ഈ പറയുന്ന ചുമട് താങ്ങികളെ പറ്റിയിട്ടും പണ്ട് ഉപയോഗിച്ച പാത്രങ്ങള് അല്ലെങ്കിൽ ഈ പറയുന്ന കൃഷി ആയുധങ്ങൾ ഒക്കെ നിങ്ങൾ ഹിസ്റ്ററിയിൽ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പഠിച്ചു വന്നിട്ടുള്ള ആളുകളാണ്. ഓക്കെ, ഇവിടെ ഈ ഹൊറഗില്ലോയും എന്തിന്റെ ഭാഗമാണ്? നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇപ്പോഴും നമുക്ക് ഒരുപാട് ദൂരം നടന്ന് സഞ്ചരിക്കുമ്പോൾ എവിടെയെങ്കിലും ഇരിക്കണമെന്ന് തോന്നുമ്പോൾ എന്താണ്, ഒരു ബസ് സ്റ്റോപ്പെങ്കിലും ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ ഇരിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ട് പണ്ടങ്ങനെ ഒരുപാട് വിശ്രമ കേന്ദ്രങ്ങള് അല്ലെ, സത്രങ്ങള് ഒക്കെ ഉണ്ടായിട്ടുണ്ടായി. കാരണം എന്താണ്, പണ്ടത്തെ ആളുകളെല്ലാം തന്നെ യാത്ര ചെയ്തിരുന്നത് നടന്നാണ്. ഇന്ന് നമ്മള് വാഹനങ്ങൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുമ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ എങ്ങനെ യാത്ര ചെയ്തത്? അവർ യാത്ര ചെയ്തത് അവരുടെ കാൽനടയായി യാത്ര ചെയ്ത് ദിവസങ്ങളോളം 10 ദിവസവും 15 ദിവസമൊക്കെ യാത്ര ചെയ്ത് പല ആളുകളും പല സ്ഥലത്തും പോകുന്നുണ്ടാവും. അങ്ങനെ പോകുന്ന വഴിക്കെല്ലാം തന്നെ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ, ഈ പറയുന്ന അവർ വെയിറ്റും കൊണ്ടാണ് പോകുന്നതെങ്കിൽ അത് അവിടെ താങ്ങി വെക്കാനും അതിന്റെ താഴെ ഇരിക്കാനും ഒക്കെ ആയിട്ടുള്ള കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. റെസ്റ്റ് ചെയ്യാനുള്ള കേന്ദ്രങ്ങളായിട്ട്. അങ്ങനെ പല ദിക്കിൽ നിന്ന് വരുന്ന മനുഷ്യർ, പല വഴിക്ക് നിന്ന് വരുന്ന മനുഷ്യർ, അവരുടെ പല പ്രശ്നങ്ങളും കൊണ്ടുവരുന്ന മനുഷ്യരെല്ലാം തന്നെ കണ്ടുമുട്ടുന്ന ഒരിടമായി, അവരുടെ ആശ്വാസ വാക്കുകളെല്ലാം തന്നെ പറയുന്ന ഒരിടമായിട്ട് നമ്മൾ ഈ ഹൊറഗില്ലോനെ ഈ കഥയിലൂടെ കാണുകയാണ്. അപ്പൊ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോവാം. കൂടുതലൊന്നും വിശദീകരിക്കില്ല. ഈ ചാപ്റ്ററിൽ എങ്ങനെയാണ് നമ്മുടെ ഓദർ ഇത് ഡിസ്ക്രൈബ് ചെയ്ത് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹോട്ട് സമ്മർ ഡേയ്സ് റിമൈൻഡ് മീ ഓഫ് മൈ ചൈൽഡ്ഹുഡ് ഇൻ എ ലിറ്റിൽ വില്ലേജ്. നമുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് പറഞ്ഞു പോകട്ടോ. എന്താണ് ഹോട്ട് സമ്മർ ഡേയ്സ്? ഈ പറയുന്ന ചൂടുള്ള വേനൽ അവധിക്കാലം അല്ലെങ്കിൽ എന്താണ് എന്നെ ഓർമ്മിപ്പിക്കുന്നത്? എൻ്റെ കുട്ടിക്കാലത്തെ, അത് ഏത്? എൻ്റെ കുഞ്ഞു വില്ലേജിലെ, എൻ്റെ കൊച്ചു ഗ്രാമത്തിലെ എൻ്റെ കുട്ടിക്കാലത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് അല്ലെ. There was a large banyan tree right in the middle of the village. അല്ലെ, നമ്മൾ നേരത്തെ പിക്ചറിൽ കണ്ട പോലെ ഒരു വലിയ ഒരു ആൽമരം എവിടെ ഉണ്ടായി? ഈ വില്ലേജിന്റെ, ഈ ഗ്രാമത്തിന്റെ ഒത്ത നടുക്കായിട്ട് ഉണ്ടായിരുന്നു അല്ലെ. ഒരു വലിയൊരു കേന്ദ്രമായിട്ട്. അങ്ങനെ പണ്ടത്തെ സിനിമകൾ നോക്കുമ്പോഴോ അല്ലെങ്കിൽ പണ്ട് വായിക്കുന്ന അല്ലെങ്കിൽ നോവലുകളൊക്കെ വായിക്കുന്ന സമയത്ത് പണ്ടുള്ള ആളുകൾ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ, ഒരു ഗ്രാമത്തിന്റെ ഒത്ത നടുക്ക് ഒരു മരവും അതിന്റെ ചുറ്റും ആൾക്കാർ ഇരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ ഇവിടെ എന്തുണ്ടായി? ഈ വില്ലേജിലും നമ്മുടെ ഒരു ബനിയൻ ട്രീ, ഒരു വലിയ ബനിയൻ ട്രീ ഉണ്ടായി എന്നാ പറയുന്നത്. And I would spend many hours playing under it during my holidays. എന്താണ്, ഞാൻ എന്ത് ചെലവഴിച്ചിട്ടുണ്ടായി? ആ ഒരു കുട്ടിക്കാലത്തെ കുറെ സമയങ്ങൾ അതിന്റെ ചോട്ടിലെല്ലാം അതുമായി ബന്ധപ്പെട്ട് കളിച്ച് ചിരിച്ചൊക്കെ നടന്നിട്ടുണ്ടായി. എൻ്റെ അവധിക്കാല ദിവസങ്ങളെല്ലാം തന്നെ അതിന്റെ കൂടെ ആയിരുന്നു എന്ന് പറയാം.
The tree was like a massive umbrella with its branches providing much needed shade and succor. എന്താണ് ഇവിടെ പറയുന്നത്? ആ ഒരു ട്രീ, ആ ഒരു ബനിയൻ ട്രീ നിങ്ങൾ നേരത്തെ പിക്ചറിൽ കണ്ടില്ലേ? ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ എന്താണ്, ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് അല്ലെ, ഒരു അംബ്രല മാതിരി അല്ലെ, ഒരു കൊട മാതിരി എങ്ങനെ നിൽക്കുവാണ്, ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുവാണ്. അതെന്ത് തരികയാണ്? ഒരുപാട് തണൽ തരുന്നുണ്ട് അല്ലെ, ഒരുപാട് തണൽ, അതിന്റെ ഷെയ്ഡ് തരികയാണ്, ഒരുപാട് ആശ്വാസം തരികയാണ് അതല്ലേ. ട്രാവലേഴ്സ് spend some time sitting under it and catching their breath before going on their way. എന്താ പറയുന്നത്? നമ്മുടെ ഈ യാത്രക്കാർ എന്ത് ചെയ്യുന്നവരെന്ന് കുറച്ച് സമയം എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന നമ്മുടെ ഇരുന്ന് കൊണ്ട്, നമ്മുടെ ആ ഹെൽമറ്റിന്റെ ചോട്ടിൽ ഇരുന്നു കൊണ്ട് അവർക്ക് ഇനിയുള്ള യാത്രക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആശ്വാസം കണ്ടെത്തിക്കൊണ്ട് ഇനി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രീത്ത് അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു ആശ്വാസം എടുക്കുന്നത്. നമ്മൾ ദീർഘമായ ശ്വാസം എടുക്കുന്നു പറയില്ലേ, ഒരു കാര്യം തുടങ്ങുന്നതിന് മുന്നേ അങ്ങനെ ഒരു ശ്വാസം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ആൽമരത്തെ കണ്ടിരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ചോട്ടിലെ തണലിനെ എല്ലാം തന്നെ കണ്ടിരുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫ്? ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോവാം അല്ലേ. To make them comfortable, there was a haragaloo under the tree. ആ ഒരു കാര്യത്തെ കംഫർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ചുവട്ടിലായിട്ട് എന്തുണ്ട് എന്നാ പറയുന്നത്? ഒരു ഹറഗലു ഉണ്ട് എന്നാണ് പറയുന്നത്. ഹറഗലു literally means a stone that can be bear weight. It was a large flat stone placed horizontally over two vertical ones, thus making a stone bench on which anyone could sit and rest a while, chat with a fellow traveler and exchange news of the road. എന്താ ഇവിടെ പറയുന്നത്? ഹൊറഗിലോ എന്ന് പറയുന്ന കാര്യം നമ്മൾ ലിറ്ററലി മീൻ ചെയ്യുകയാണെങ്കിൽ അതൊരു കല്ലാണ് അല്ലെ, ഒരു സ്റ്റോൺ ആണ്. അതെങ്ങനെയുള്ള സ്റ്റോൺ ആണ്? അതിന് എല്ലാ ഭാരവും താങ്ങാൻ കഴിയുന്ന ഒരു സ്റ്റോൺ ആണ് എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ പ്ലേസ്ഡ് ഹൊറിസോണ്ടലി അല്ലെ, ഒരു വലിയ ലാർജ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് സ്റ്റോൺ ആണ്. അതെങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്? ഹൊറിസോണ്ടലി ആയിട്ടാണ് അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്തിന്റെ മേലെയാണെന്ന് പറയുന്നു? thus making a stone bench on which anyone could sit and rest. ഇത് ടു വേർട്ടിക്കൽ വൺസിന്റെ ആണ് അല്ലെ, ഹൊറിസോണ്ടലി ഓവർ ടു വേർട്ടിക്കൽ വൺസ് എന്ന് പറയുന്നത്. ഇത് രണ്ട് കുത്തനെയുള്ള കല്ലുകളുടെ മുകളിലായിട്ട് ഒരു പരന്ന വലിയ കല്ല് എന്ന രീതിയിലാണ് നമ്മൾ ഈ ഹൊറഗിലുവിനെ കാണുന്നത്. thus making a stone bench on which anyone could sit and rest a while, chat with a fellow traveler and exchange ന്യൂസ് ഓഫ് ദ റോഡ്. എന്താണ്? ഇവര് പരസ്പരം അവർക്ക് ആർക്ക് വേണ്ടിക്കെങ്കിലും ഇരിക്കാം അല്ലെ, ആ ഒരു സ്റ്റോണിനകത്ത് വഴി ദൂരം നടന്നു വരുന്ന ആൾക്ക്, തളർന്നിരിക്കുന്ന ആർക്ക് വേണ്ടിക്കെങ്കിലും ഇരിക്കാനുള്ള ഒരു കല്ലാണ്. അങ്ങനെ അവിടെ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യും? ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരായിരിക്കും, ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. അവരെന്താണ്? അവരുടെ യാത്രാമധ്യേ ഉണ്ടായിട്ടുള്ള, അവരുടെ റോഡുകളിൽ അല്ലെ, അവരുടെ വഴികളിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ പറ്റി, അവിടെ ഉണ്ടായിരുന്ന ന്യൂസുകളെ പറ്റിയെല്ലാം തന്നെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യും. ചിലപ്പോൾ ഒരാൾ ഓപ്പോസിറ്റ് സൈഡിൽ നടന്നു വരുന്നതായിരിക്കാം, ഇയാള് വേറൊരു വഴിക്ക് വരുന്നതായിരിക്കും. ആ സ്ഥലത്ത് ഇന്ന കാര്യം ഉണ്ട് കേട്ടോ, അങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ ഇയാള് പറയുന്നുണ്ടാവില്ലേ, അവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട് എന്നൊക്കെ അവരുടെ വർത്തമാനങ്ങളുടെ ന്യൂസുകളിലൂടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യമല്ലേ. പല എന്താ പറയാ, വ്യാപാരികളും യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് ഒന്നിക്ക് വെള്ളം കയറിയിട്ടുണ്ട്, അപ്പുറത്തെ ഭാഗത്ത് വെള്ളം കയറിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഗ്രാമത്തിൽ തന്നെ, ആ ഒരു ഗ്രാമത്തിന്റെ കേന്ദ്രത്തിൽ തന്നെ നിൽക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിലേക്കുള്ള സംസാരങ്ങള്, ന്യൂസുകള് ഒക്കെ കൈമാറാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു അതല്ലേ. Cool water would be kept in earthen pots near the bench and people could quench their thirst before starting their journey again. എന്താണ്? നമ്മുടെ ഈ ആൽമരത്തിന്റെ ഒരു സൈഡില് എന്തുണ്ട്? ഒരു മൺപാത്രം വെച്ചിട്ടുണ്ട് അല്ലെ. ആ മൺപാത്രത്തിൽ എന്താണ്? വെള്ളമുണ്ട്. അതെന്താണ്? ഭയങ്കര കൂളായിട്ടുള്ള അല്ലെ, മൺപാത്രത്തിലെ വെള്ളം നമുക്കറിയാലോ, ഭയങ്കര കൂളായിരിക്കുന്ന വെള്ളമായിരിക്കാം. അതെന്താണ്? അവരെ കുടിക്കാറുണ്ട്. അവരുടെ ദാഹം അകറ്റുന്നതിന് വേണ്ടി, അത്രയും ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന
മനുഷ്യരുടെ ദാഹം അകറ്റുന്നതിന് വേണ്ടിയിട്ട് ആ വെള്ളം സഹായിക്കാറുണ്ട്. എന്നിട്ട് എന്താണ്, ആ വെള്ളം കുടിച്ചുകൊണ്ടാണ് അവരുടെ യാത്ര വീണ്ടും പുനരാരംഭിക്കുന്നത് എന്നാണ് ഇവിടെ നമ്മളോട് ഓഥർ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. I am sure similar simple arrangements can be found in villages all over the country. അല്ലേ, എനിക്ക് ഉറപ്പാണ് ഇത്തരത്തിലുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഈ രാജ്യത്തിന്റെ എല്ലായിടത്തും ഉണ്ടായിരിക്കാം, എല്ലാ വില്ലേജുകളിലും ഇങ്ങനെ ഉണ്ടായിരിക്കാം എന്നാണ് അവര് പറയുന്നത്. The Horagelu in our village holds special memories for me as it is inextricably linked with my grandfather. എന്താ പറയുന്നത്, ഈ ഹൊറഗെല്ലു എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, എന്റെ വില്ലേജിലെ ഈ ഹൊറഗെല്ലു എന്താണ്, എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള മെമ്മറീസ് ആണ് തരുന്നത്. അതെങ്ങനെയാണ്, അഗാധമായിട്ട് ആരോട് മിങ്കിൾ ചെയ്യണം, എൻ്റെ ഗ്രാൻഡ് ഫാദറിനോട്, എൻ്റെ മുത്തച്ഛനോട് മിങ്കിൾ ചെയ്ത് അല്ലെങ്കിൽ അടുത്ത് കിടക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഹൊറഗെല്ലുവിനെ ഓർമ്മ വരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ, ആ ഒരു ഭാഗം അതാണ് നമ്മൾ ഹൊറഗെല്ലുവിന്റെ ഓർമ്മകളായിട്ട് പറയുന്നത്. ഇനി മുത്തച്ഛനിലേക്ക് വരികയാണ് കേട്ടോ, നമ്മുടെ എഴുത്തുകാരി മുത്തച്ഛനിലേക്ക് വരികയാണ്. He was a retired school teacher and would spend hours every day sitting under the banyan tree and talking to those resting there. എന്താണ്, മുത്തശ്ശൻ ആരായിരുന്നു എന്നാ പറയുന്നത്, അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു അല്ലെ, സ്കൂൾ അധ്യാപകനായിരുന്നു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം റിട്ടയർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് സമയം കിട്ടുന്ന ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു, അല്ലെങ്കിൽ സ്കൂൾ അധ്യാപകനായിരുന്നു എന്ന് പറയാം. എന്താണ്, അദ്ദേഹത്തിന്റെ ലൈഫിലെ ഭൂരിഭാഗ സമയം, ഇപ്പൊ റിട്ടയർമെന്റിന് ശേഷമുള്ള ഭൂരിഭാഗ സമയവും എവിടെയായിരിക്കാനാണ് ഉപയോഗിക്കുന്നത്, ആ ഒരു ആൽമരത്തിന്റെ ചോട്ടിലിരിക്കാനാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ആൽമരത്തിന്റെ ചോട്ടിലിരുന്നുകൊണ്ട് അവിടെ വരുന്ന റെസ്റ്റ് ചെയ്യുന്ന ആളുകളോട് അല്ലെങ്കിൽ അതുവഴി പാസ് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ആര് പറയുന്നത്, നമ്മുടെ ഓഥർ പറയുന്നത്. ആ ഓഥറിന് മുത്തച്ഛനെ പറ്റിയിട്ടുള്ള ഓർമ്മകളാണ് ഓഥർ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, when I would get tired of playing, I would sit next to him and observe the people he was speaking to and listen to their conversations. എന്താണ്, ഇനി ഞാൻ അവിടേക്ക് ഓടി നടന്ന് കളിച്ചതിന് ശേഷം തളർന്നു പോവുകയാണെങ്കിൽ, എനിക്ക് ടയേർഡ് ആവുകയാണെങ്കിൽ, കളികൾക്ക് ശേഷം ഞാൻ ടയേർഡ് ആവുകയാണെങ്കിൽ ഞാൻ ആരുടെ അടുത്ത് പോയിട്ടിരിക്കും, മുത്തച്ഛന്റെ അടുത്ത് പോയിരിക്കും. എന്നിട്ട് എന്ത് ഒബ്സർവ് ചെയ്യുന്ന പറയുന്നത്, ഈ മുത്തച്ഛനും ഈ പീപ്പിൾസും ആയിട്ടുള്ള പരസ്പരമുള്ള ഈ സംസാരങ്ങൾ എന്താണെന്നുള്ളത് ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് ഇരിക്കും എന്നാണ് പറയുന്നത്. Most of them were villagers taking a break from their work in the fields nearby. They had to walk long distances each day, carrying heavy burdens on their heads. Tired out by the heat, they would drink the cool water, wash their faces with it and chat with grandfather. എന്താ പറയുന്നത്, ഇനിയിപ്പം വയലില് അല്ലെ ജോലി എടുക്കുന്ന ആളുകൾ ഒക്കെ എന്താണ്, അവര് ആ വഴിയാണല്ലേ യാത്ര ചെയ്ത് വരുന്നത്. അവരൊക്കെ എന്താണ്, അവർ ചിലപ്പോൾ ഒരുപാട് ദൂരം നടന്നു പോയിട്ടായിരിക്കും അവിടെ ജോലി ചെയ്യുന്നതും മറ്റൊക്കെ ഉണ്ടാവുക. അവരുടെ ചുമലിന് എന്തുണ്ടാവും, ഒരുപാട് ബേർഡൻസ് അല്ലെ, അവർ ചുമന്നു കൊണ്ടുവരുന്ന ഒരുപാട് ബേർഡൻസ് അവരുടെ ചുമലിലോ തലയിലോ ഒക്കെ ആയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ്, അവരുടെ ചൂടായി കിടക്കുന്ന അവരുടെ ബോഡിയെ ഒന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ഉപയോഗിക്കുന്ന പറയുന്നത്, അവർ ഈ കൂൾ വാട്ടർ അവിടെ വെച്ചിട്ടുണ്ടല്ലോ, ആ കൂൾ വാട്ടർ ഡ്രിങ്ക് ചെയ്യും, കുടിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ അവർ വേറെന്ത് ചെയ്യും, അവരുടെ മുഖങ്ങളൊക്കെ കഴുകാൻ വേണ്ടി തയ്യാറാവും ഈ തണുത്ത വെള്ളത്തിൽ. അവർക്ക് ഭയങ്കര ആശ്വാസം കിട്ടും എന്നുള്ളതാണ്. പിന്നെ അതിന്റെ കൂടെ ആരോട് സംസാരിക്കുകയും ചെയ്യും, ഈ പറയുന്ന നമ്മുടെ ഓഥറിന്റെ മുത്തച്ഛനോട് സംസാരിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. Their conversations would be about their daily lives and worries. എന്താണ്, അവരുടെ കോൺവെർസേഷൻസ് എങ്ങനെയാണ്, അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ അവരുടെ വറീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഓക്കെ അല്ലേ. ഇവിടെ എന്താണ് അടുത്ത് പറയുന്നത് മാസ്റ്റർ ജി, അതായത് അവര് മുത്തശ്ശനെ വിളിക്കുന്നത് അല്ലെ അഭിസംബോധന ചെയ്യുന്നത് ഇങ്ങനെയാണ്, മാസ്റ്റർ ജി. സ്വാഭാവികമായിട്ട് ഒരു അധ്യാപകനായതുകൊണ്ട് മാഷേന്നൊക്കെ നമ്മൾ ഇവിടെ വിളിച്ച് സംസാരിക്കുന്ന അതേ രീതിയിലാണ് അവിടെ മാസ്റ്റർ ജി. ദിസ് സമ്മർ ഹാസ് ബീൻ സോ ഹോട്ട്. എന്താണ്,
ഈ സമ്മർ, ഈ ഒരു വേനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടുള്ളതാണല്ലോ എന്നൊക്കെ ഈ മാഷോട് ഒരു മുതിർന്ന ഒരാളോട് സംസാരിക്കുന്ന ഒരു സന്തോഷത്തോടു കൂടിയാണ് അവർ സംസാരിക്കുന്നത്. അവരുടെ ആവലാതികൾ, അവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇവിടെ പറയാൻ വേണ്ടിയിട്ട്, കേൾക്കാൻ വേണ്ടി ഒരാളുണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ വേണ്ടി ഒരാളുണ്ട് എന്ന വിശ്വാസത്തോട് കൂടിയിട്ടാണ് അവരൊരു നല്ല രീതിയിൽ ഈ പറയുന്ന മുത്തശ്ശനോട് അപ്രോച്ച് ചെയ്യുന്നത്, അവരുടെ മാഷോട് അവർ അപ്രോച്ച് ചെയ്യുന്നത്. I have never seen such a dry weather or Masterji. എന്താണ് Masterji, it is getting difficult for me to carry these large loads on my head. എന്താ പറയുന്നത്? I have never seen such a dry weather എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ ഇന്നേവരെ ഇങ്ങനെ ഒരു വരണ്ട വേനൽക്കാലം, ഇങ്ങനെ ഒരു വരണ്ട കാലാവസ്ഥ കണ്ടിട്ടില്ല എന്ന് പറയാണ് അല്ലേ? Oh Masterji, it is getting difficult for me to carry these large loads on my head. മാസ്റ്റർജി, എനിക്കിത് പറ്റുന്നില്ല അല്ലെ, എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുകയാണ്. എന്റെ തലയിൽ ചുമന്നുകൊണ്ടിരിക്കുന്ന ഈ ലോഡ് എനിക്ക് പറ്റണില്ല, അത്രയും അസഹനീയമായിട്ട് എനിക്ക് തോന്നുകയാണ്. താങ്ക് ഗോഡ് ഫോർ ദിസ് ഹൊറഗെല്ലു അല്ലെ, ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു എന്താ പറയാ ചുമട് താങ്ങുന്ന ഈ കല്ല് ഇവിടെ വെച്ചതുമായി ബന്ധപ്പെട്ട് അല്ലെ. ഐ വിഷ് മൈ സൺ വുഡ് ഹെൽപ്പ്. ഞാൻ വിചാരിക്കുന്നത്, പിന്നെ മുത്തശ്ശനോട് പറഞ്ഞു, ഞാൻ വിചാരിക്കുന്നത് എന്റെ മകൻ എന്നെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അല്ലെ. എന്റെ ജീവിതത്തിൽ എന്റെ മകൻ എന്നെ സഹായിക്കും, ഹെൽപ്പ് ചെയ്യും എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. But he only wants to go to the city. പക്ഷെ മകൻ എങ്ങോട്ട് പോകണം എന്നാണ് ആഗ്രഹം? അവൻ ഈ വയലിൽ പണിയെടുക്കാനോ ഇവിടെയുള്ള കാര്യങ്ങളൊന്നും നോക്കി നടത്താനോ അവന് ഇഷ്ടമില്ല, അവന് പട്ടണത്തിൽ പോകണം എന്നാണ് ആഗ്രഹം. They spoke about the difficulties they lived with. അവരെന്താണ് സംസാരിക്കുന്നത്? അവരുടെ അനുഭവങ്ങളിൽ, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഡിഫിക്കൽട്ടീസ് ആയിട്ടുള്ള അല്ലേ, അത്രയും പ്രശ്നങ്ങൾ നിറഞ്ഞിരിക്കുന്ന അനുഭവങ്ങളെ പറ്റിയാണ് അവരവിടെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഓരോ ലൈന് പോകുമ്പോഴും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മുടെ ഓഥറുടെ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ഭാഗം നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാലോ. ഓക്കെ. My grandfather could only listen to them, but just talking to him seemed to refresh them for the journey. എന്റെ മുത്തശ്ശൻ പക്ഷെ ഒന്നും സംസാരിക്കണില്ല, ആകെ ചെയ്യണ ഈ പറയുന്ന രീതിയിൽ അവരെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവർ സംസാരിക്കുന്ന കാര്യം മൊത്തം മുത്തശ്ശൻ ഇങ്ങനെ ഒരു ഇതുമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യണം? അവരൊന്ന് റിഫ്രഷ് ആക്കുക. ഒരാൾക്ക് മറ്റൊരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ കുറെ ആശ്വാസം കിട്ടുമല്ലോ, അപ്പൊ അവരൊന്നുകൂടി ഫ്രീ ആവും, അവരൊന്നുകൂടി റിഫ്രഷ് ആവും. എന്നിട്ട് അവരുടെ ജേർണി വീണ്ടും തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കംപ്ലീറ്റ് ഭാരങ്ങളും അവർ പറഞ്ഞു തീർക്കട്ടെ എന്ന കണക്കിന് മുത്തശ്ശൻ അത് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. After some time they would pick up their burdens with some ease and go on their way. അല്ലെ, കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവരെന്ത് ചെയ്യും? അവരവരുടെ ഭാരം വീണ്ടും ചുമന്നുകൊണ്ട്, അത് എങ്ങനെ ചുമക്കും? നേരത്തെ അവര് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഭയങ്കര ഈസ് ആയിട്ട് അല്ലെ, ഭയങ്കര എളുപ്പത്തിൽ ചുമന്നുകൊണ്ട് അവരുടെ വഴിക്കേക്ക് പോകും. കാരണം അവരുടെ മനസ്സിലെ പ്രയാസങ്ങളും ഈ പുറത്തിരിക്കുന്ന ബേർഡനും ഒരുമിച്ചാവുമ്പോൾ അവർക്ക് താങ്ങാത്ത പോലെ തോന്നും. ഇപ്പൊ മനസ്സിലെ പ്രയാസങ്ങളെല്ലാം തന്നെ മുത്തച്ഛനോട് ഇറക്കി വെച്ചപ്പോ അവർക്ക് ഈ ഭാരം വലിയ ഭാരമായി തോന്നാതെ അവരവരുടെ വീട്ടിലേക്ക് അത് എളുപ്പത്തിൽ എടുത്ത് നടന്ന് പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. The Horrigilo was an important feature in their life, and as a child I would often not understand why they blessed it so often for being there. അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ ഹൊറഗില്ലു എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു ഫീച്ചർ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഞാൻ ചൈൽഡ് ആണല്ലോ, എനിക്ക് ആ ഒരു സമയത്ത് എന്താണ് അവരുദ്ദേശിക്കുന്ന ആ ഒരു ഭയങ്കര ബ്ലെസ്സിങ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടേ ഉണ്ടായിട്ടില്ല അല്ലെ. പക്ഷെ എന്റെ കാഴ്ചപ്പാടില് ഞാൻ പല കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അവര് ഇങ്ങനെയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയേണ്ടത്. അങ്ങനെ ഇവക്ക് ചില കാര്യങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എഴുത്തുകാരിക്ക്, എന്നാൽ ചില കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല അല്ലെ. അങ്ങനെ ഒരു അവസ്ഥ. ആഫ്റ്റർ ഓൾ ഇറ്റ് വാസ് ഓൺലി എ സ്റ്റോൺ ബെഞ്ച്. എല്ലാത്തിനും ശേഷം അവർക്ക് അതെന്താണ് ഫീൽ ചെയ്യുന്നത്? അതൊരു സ്റ്റോൺ ബെഞ്ച് അല്ലേ. ഇറ്റ് വാസ് മൈ ഗ്രാൻഡ് ഫാദർ ഹു ടോൾഡ് മീ ചൈൽഡ് ഹൊറഗില്ലോ ഈസ് എസെൻഷ്യൽ ഇൻ എനി ഓൺ ജേർണി എന്നാണ്.
എന്താണ് അവൾ എന്ത് പറയുമ്പോഴും മുത്തശ്ശൻ എന്ത് പറയുന്ന സമയത്ത് അവള് പറയാ ഇതെന്താണ് അവൾക്കിതൊന്നും മനസ്സിലാവില്ല. പക്ഷെ എന്ത് പറയും, ഇതെന്തൊക്കെ പറഞ്ഞാലും ഇതൊരു വെറും കല്ലല്ലേ, ഇതൊരു കല്ലല്ലേ എന്നുള്ളൊരു ലാഘവത്തിലാണ് അവൾ പറയുന്നത്. പക്ഷെ മുത്തശ്ശൻ എന്ത് പറയാണ്, മുത്തശ്ശന്റെ കാഴ്ചപ്പാട് അവളോട് പറയുമ്പോൾ എന്താണ്, മോളെ ഇതെന്താണ് ഹൊറഗലു എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെ, ഒരു കല്ല്, ഒരു ചുമട് താങ്ങി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മുടെ യാത്രയിൽ എസെൻഷ്യൽ ആയ ഒരു കാര്യം തന്നെയാണ്. We all carry our burdens according to our situations and capacities. നമ്മൾക്ക് ഓരോരുത്തരും അവരവരുടേതായ ബേർഡൻസും അതുപോലെ സിറ്റുവേഷൻസും ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് എന്താണ്, നമ്മുടെ ഓരോ കപ്പാസിറ്റി അനുസരിച്ചാണ് നമ്മൾ താങ്ങോ താങ്ങാതിരിക്കുകയോ ഒക്കെ ചെയ്യണത്. ബട്ട് എവ്രി വൺസ് ഇൻ എ വൈൽ വി നീഡ് ടു സ്റ്റോപ്പ്, പുട്ട് ഡൗൺ ദാറ്റ് ബേർഡൻ ആൻഡ് റെസ്റ്റ്. എല്ലാ ആളുകൾക്കും എന്താണ് ഈ പറയുന്ന ഭാരം എന്താണ് ഇറക്കി വെച്ച് അവരുടെ ഒന്ന് റിലീഫ് ആവണം, അവരുടെ ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ തോന്നുന്ന ഒരു സമയം ഉണ്ടാവും അല്ലെ. അങ്ങനെയാണ് ഇവിടെ ഹൊറഗലുവിനെ മുത്തശ്ശൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഓൺലി ദെൻ ക്യാൻ വി ബി റിഫ്രഷ്ഡ് ഇനഫ് ടു പിക്ക് അപ്പ് ദ ലോഡ് വൺസ് മോർ. അങ്ങനെ റിഫ്രഷ് ആയാൽ മാത്രമേ എന്താണല്ലോ അവർക്ക് ഉണ്ടായിട്ടുള്ള ബേർഡൻ അല്ലെങ്കിൽ അവരുടെ ലോഡ് ഒന്നുകൂടെ ഈസി ആയിട്ട് അവർക്കത് പൊക്കിയെടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ദ ഹൊറഗലു ഗിവ്സ് എവ്രി വൺ ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഡു സോ. It helps people regain their strength later on in life. I got to see something that remind me of that stone bench once again. എന്താണ് പറയുന്നത്, ഈ മുത്തശ്ശി ഇങ്ങനെ എല്ലാ കാര്യം പറഞ്ഞു കൊടുക്കാണ് ഇവക്ക്. അങ്ങനെയല്ല മോളെ, എല്ലാ ആളുകൾക്കും ജീവിതത്തിൽ ഒരു ചുമടൊക്കെ ആയിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരായ ബേർഡൻസ് ഉണ്ടാവും. ആ ബേർഡൻസ് ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരിടം ആവശ്യമായിട്ട് അവർക്ക് തോന്നും. എന്തിനു വേണ്ടിയിട്ടാ, അത് മൊത്തമായിട്ട് അവളെ ഉപേക്ഷിക്കാനല്ല, അവർക്ക് ഒന്നുകൂടി റിഫ്രഷ് ആയിട്ട് എന്താണ് ഈ ലോഡ് ഒന്നുകൂടെ ചുമന്ന് വീണ്ടും അത് കൊണ്ടുപോകാൻ വേണ്ടി ആ യാത്ര തുടരുന്നതിന് വേണ്ടിയിട്ട് ഹൊറഗലു എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. എല്ലാ ആളുകൾക്കും ഇത് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണം. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ റീഗെയിൻ ദെയർ സ്ട്രെങ്സ് എന്നാണ്, അവരുടെ സ്ട്രെങ്ത് ഒന്നുകൂടി ഗെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണത്. ലേറ്റർ ഓർ ഇൻ ലൈഫ് എന്താണ്, കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും ഐ ഗോട്ട് സീ സംതിങ് ദാറ്റ് റിമൈൻഡ് മീ ഓഫ് ദാറ്റ് സ്റ്റോൺ ബെഞ്ച് വൺസ് അഗെയിൻ. എന്താണ്, ഒന്നുകൂടി എന്നെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലെ. എന്താണ്, കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിലും എന്താണ് എൻ്റെ ലൈഫിനകത്തേക്ക് ഈ മുത്തശ്ശൻ പറഞ്ഞ വാക്കുകളെ അർത്ഥമാക്കുന്ന രീതിയിൽ എൻ്റെ ഉള്ളിൽ സ്റ്റോൺ ബെഞ്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒന്നുകൂടി തെളിഞ്ഞ് വരികയാണ്. I was working in Bombay, now Mumbai. One of my colleagues, Ratna, was a senior clerk, middle-aged and always smiling. എന്താണ് ഇവിടെ പറയുന്നത്, അവർക്ക് ഓർമ്മ വരികയാണല്ലോ, ഒരുപാട് കാലത്തിന് ശേഷം ഈ ഹൊറഗലുവിനെ പറ്റിയിട്ട് ഓർമ്മ വരികയാണ്. ഇപ്പോൾ എവിടെ വർക്ക് ചെയ്യാണ് നമ്മുടെ എഴുത്തുകാരി, ഇപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നു എന്നാ പറയണത്, അതെ നമ്മുടെ മുംബൈ എന്ന് പറയുന്ന പണ്ടത്തെ ബോംബെ എന്ന് പറയുന്ന സ്ഥലത്ത് ആര് വർക്ക് ചെയ്യാണ്, നമ്മുടെ എഴുത്തുകാരി വർക്ക് ചെയ്യാം. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരുടെ കൊളീഗാണ് ആര്, രത്ന എന്ന് പറയുന്ന സീനിയർ ക്ലർക്ക് അല്ലെ. അവിടുത്തെ സീനിയർ ക്ലർക്കാണ്, അവരൊരു മിഡിൽ ഏജ്ഡ് ഒക്കെ ആയിട്ടുണ്ട്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആര്, ഇവരുടെ കൊളീഗ് ആയിട്ടുള്ള രത്ന അല്ലെ. She had done her graduation and been working in the company for nearly 25 years അല്ലെ. എന്താ പറയുന്നത്, അവളുടെ രത്ന എന്ന് പറയുന്ന ആള് അവളുടെ ഗ്രാജുവേഷൻ, അവളുടെ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. അവൾ ഈ കമ്പനിയിൽ ഏതാണ്ട് 25 വർഷക്കാലത്തോളമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. She went about her repetitive and mundane work with an infectious cheerfulness. എന്താണ്, അവൾ ഇത്രയും വർഷമായിട്ട് ഒരു മടിയും കൂടാതെ ഒരു മടുപ്പുമില്ലാതെ എന്താണ് ഇത്രയും വർഷമായിട്ട് ചിരിച്ചുകൊണ്ട് അവളുടെ ജോലികൾ വളരെ വേഗത്തിലും എന്താണ് സന്തോഷത്തോടു കൂടിയിട്ടും എളുപ്പത്തിലും ഒക്കെ ചെയ്തു തീർക്കുന്ന ഒരാളാണ് രത്ന എന്ന് പറയുന്ന നമ്മുടെ എഴുത്തുകാരുടെ കൊളീഗ് അല്ലെ. Every day during the lunch hour, she would sit with some person in one of the rooms and they would have long chats. എന്താണ്, ഇപ്പൊ ഈ പറയുന്ന രത്ന ലഞ്ച് ബ്രേക്ക് ഉണ്ടാവുന്ന സമയത്ത്
അന്നേരം എന്താ ഉണ്ടാവുമെന്നറിയോ, നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരാളുടെ അടുത്തേക്ക് പോയിരുന്നിട്ട് അവിടെ ഇങ്ങനെ കുറേ രത്ന ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു വലിയൊരു കോൺവെർസേഷൻ നടക്കുന്നതായിട്ട് ആർക്ക് കാണാൻ പറ്റുന്നുണ്ട്? നമ്മുടെ എഴുത്തുകാരിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ലഞ്ച് അവറാണ് കേട്ടോ അവർ ഉപയോഗിക്കുന്നത്, ശ്രദ്ധിക്കണം. അപ്പൊ എന്താണ്, ആ ഒരു റൂമിൽ ഇരുന്ന് കുറെ നേരം ഇങ്ങനെ ലോങ് ചാറ്റ്സ് കാണാണ് അല്ലെ. ആൻഡ് ദേ വുഡ് ഹാവ് ലോങ് ചാറ്റ്സ്. ഐ വുഡ് ഓഫൻ വണ്ടർ വാട്ട് ദേ ടോക്ക്ഡ് അബൌട്ട്. എനിക്ക് എപ്പോഴും അത്ഭുതത്തോടെ തോന്നിയിട്ടുണ്ട്, അവരെന്താ ഇത്രക്കാര് സംസാരിക്കുന്നേ? ഈ ലഞ്ച് അവറിൽ ഇരുന്നിട്ട് ഇവരെന്താണ് ഇത്രക്കാരല്ലേ, ഒരു ദിവസമൊക്കെ പറഞ്ഞു തീരാനുണ്ട്, എന്തായിരിക്കും ഇത്രകാരം പറയാനുള്ളത് അവർക്ക് എന്ന് ആലോചിക്കുകയായിരുന്നു അല്ലേ. എന്താണ് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും നമ്മൾ എന്താ പറയാ, ആ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അത്ഭുതത്തോട് കൂടിയിട്ട് ഈ ഒരു കാര്യത്തെ നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. വൺ ഡേ ഐ ഫൈനലി ആസ്ക്ഡ് ഹർ. ഒരു ദിവസം എത്തിയപ്പോ എന്താണ്, ഞാൻ രത്നയോട് ഈ കാര്യം ചോദിക്കുകയാണ് അല്ലേ. രത്ന, വാട്ട് ഡു യു ടോക്ക് വിത്ത് ഈച്ച് പേഴ്സൺ ഫോർ ദ ഹോൾ ലഞ്ച് അവർ? രത്നെ, എന്താണ് നീ ഈ ലഞ്ച് സമയത്ത് എല്ലാ ആൾക്കാരോടും ഇങ്ങനെ എന്ത് കാര്യമാണ് നിങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ഒരു ദിവസം ഒരാളോടാണെങ്കിൽ വേറൊരു ദിവസം വേറെ ആളാണ് അല്ലേ. ഇങ്ങനെ കുറെ സമയം എന്താണ് ഇത്രയും മാത്രം കേൾക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ളേ എന്ന് ചോദിക്കാം. രത്ന സ്മൈൽഡ് ആൻഡ് സെഡ് സിംപ്ലി, they share their troubles with me. എന്താ പറയണത്? രത്ന ചിരിച്ചുകൊണ്ട് ഒരു മറുപടി പറയാണ്. എന്ത്? അവര് എന്നോട് സംസാരിക്കുന്ന അവരുടെ ട്രബിൾസ് ആണ്, അവരത് എന്നോട് ഷെയർ ചെയ്യാണ്. അവരെന്ത് ചെയ്യാണ്, അവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ രത്നയോട് പറഞ്ഞിട്ട് ആ ഒരു ട്രബിളിൽ നിന്ന് ഫ്രീ ആവുകയാണ്, ഷെയർ ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ ഏതാണ്ട് നമ്മുടെ കഥ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്? അപ്പോ ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. നമ്മുടെ കഥ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് നമ്മുടെ ലൈഫുമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് പോവാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, ബട്ട് ഹൗ ക്യാൻ യു സോൾവ് ദ ട്രബിൾസ് ഓഫ് സോ മെനി പീപ്പിൾ? നീ എങ്ങനെയാണ് പക്ഷേ ഈ ട്രബിൾസ്, ഇത്രയും ആൾക്കാരുടെ ഇത്രയും വലിയ ട്രബിൾസ് നീ എങ്ങനെയാണ് നീക്കം ചെയ്യുക അല്ലെങ്കിൽ മാറ്റം ചെയ്യുക എന്ന് ചോദിക്കണം. ഡു യു ഓൾവേസ് ഹാവ് ആൻ ആൻസർ ഫോർ ദം? നിനക്ക് അവർ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഒരു ആൻസർ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? അവരുടെ അടുത്ത് എപ്പോഴും നിനക്ക് ഒരു ആൻസർ ഉണ്ടാവുമോ എന്നൊക്കെയാണ് ആരുടെ സംശയം? നമ്മുടെ എഴുത്തുകാരുടെ സംശയം. നോ, ഐ ഓൺലി ലിസൺ. ഇല്ല, ഞാൻ ആകെ എന്താ ചെയ്യുന്നത്, ഞാനത് കേട്ടുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് ഈസ് ഇനഫ്. അത് മതിയോ? അത് കേട്ടാൽ മാത്രം മതിയോ? ദാറ്റ് സോൾവ് ദ പ്രോബ്ലം എന്ന് ചോദിക്കുകയാണ്. ഇവിടെ അത്ഭുതത്തോടു കൂടി നമ്മുടെ ഓതർ ചോദിക്കുകയാണ്, ദാറ്റ് സോൾവ് ദ പ്രോബ്ലം? അത് മാത്രം മതിയോ? അവരത് കേട്ടോണ്ടിരുന്നാൽ മാത്രം മതിയോ? അത് അപ്പൊ പ്രോബ്ലം അവസാനിക്കുമോ? അത് സോൾവ് ആയിട്ട് പോവോ എന്ന ഒരു ടെൻഷനോടും അത്ഭുതത്തോടു കൂടി അവരിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ഓതർ. ഐ വാസ് യങ് ആൻഡ് ഇൻക്രെഡുലസ് ആറ്റ് സച്ച് എ സിംപ്ലിസ്റ്റിക് ഔട്ട്ലുക്ക്. എന്താണ്, ഞാൻ ഒന്നാമത് ഈ പറയുന്ന നമ്മുടെ എഴുത്തുകാരി തീരെ ചെറുപ്പമായിരുന്നു. അതുപോലെ തന്നെ അവർ കുറച്ച് സീനിയർ ക്ലർക്കാണല്ലോ രത്ന. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു മൈൻഡ് സെറ്റപ്പ് വെച്ചിട്ടൊക്കെ എന്താ പറയാ, ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇവരോട് ചോദിക്കുന്നത്, അത് മതിയോ? അത്ര കേട്ടാൽ മാത്രം മതിയോ? അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി പോവോ എന്നൊക്കെ ചോദിക്കുകയാണ്. ബട്ട് രത്ന ആൻസേർഡ് വിത്ത് ദ സെയിം പേഷ്യൻസ് ആൻഡ് affection that she must have used with all my colleagues. I am not a trained counselor or an intellectual. No one can solve your problem. You have to do it yourself. Then how do you help them? By listening to them. God has given me 2 ears to listen to others. I hear them out with sympathy and without any judgment. എന്നാ പറയുന്നത്. എന്താണ്, ഞാൻ എൻ്റെ ഈ ഒരു ചെറിയ പ്രായത്തിൽ, ഇച്ചിരി കുറുമ്പൊക്കെയുള്ള പ്രായത്തിൽ ഇങ്ങനെ എൻ്റെ ഒരു പൊട്ടബുദ്ധിയിൽ ചോദിക്കുന്നു എന്ന രീതിക്ക് അതാണ് ഞാൻ എന്ത് ചോദിക്കണം, ഈ പറയുന്ന രീതിയിൽ ഇതൊക്കെ കേട്ടാൽ മതിയോ? കേട്ടാൽ മാത്രം എല്ലാ പ്രശ്നവും തീരുമോ എന്നൊക്കെ ആ ഒരു രീതി ചോദിച്ചപ്പോൾ പോലും രത്ന എന്താണ്, ഭയങ്കര പേഷ്യൻസോടുകൂടി മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന അതേ പേഷ്യൻസോടുകൂടി, എന്നോട് ഷൗട്ട് ചെയ്യാതെ എന്താണ്, അതേ പേഷ്യൻസോട് കൂടിയിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് തന്നെ എൻ്റെ അടുത്ത് പറയുകയാണ്. ഞാൻ അവരുടെ എല്ലാ വിഷയങ്ങളും ഞാൻ കേട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ ഞാൻ ഒരു ട്രെയിൻഡായ കൗൺസിലർ ഒന്നുമല്ല, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ബുദ്ധിജീവിയോ അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ആളോ അല്ല. നോ വൺ ക്യാൻ സോൾവ് യുവർ പ്രോബ്ലം. ആർക്കും
എന്താണ് നിങ്ങളുടെ പ്രശ്നം. ഒരു മനുഷ്യനെയും പ്രശ്നം മറ്റൊരാൾക്ക് തീർക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ്. നോ വൺ ക്യാൻ സോൾവ് യുവർ പ്രോബ്ലം അല്ലെ, ആർക്കും ഒരാളുടെ പ്രശ്നവും തീർക്കാൻ വേണ്ടി പറ്റില്ല. യു ഹാവ് ടു ഡു ഇറ്റ് യുവർ സെൽഫ്. എന്താണ് അത് അവനവൻ തന്നെ തീർക്കണം അല്ലെ, അത് നമ്മൾ തന്നെ തീർക്കണം. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ചെയ്ത് തീർക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഗോഡ് ഹാസ് ഗിവൺ മീ 2 years ടു ലിസൺ ടു അതേഴ്സ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ദൈവം എന്ന് പറയുന്ന ആള് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എന്താണ് ഇവിടെ അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരവായിട്ടാണ് then how do you help them by listening to them. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ ഇവരെ കേട്ടോണ്ടിരുന്നത് മാത്രം കൊണ്ട് എന്താണ് അവരെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് ഹെൽപ്പ് ആവുന്നത്? അവരെ കേൾക്കൊണ്ടിരിക്കുന്നത് മാത്രമാകുമ്പോൾ എങ്ങനെ ഹെൽപ്പ് ആവുന്നത് ചോദിക്കുമ്പോൾ ഗോഡ് ഹാസ് ഗിവൺ മീ 2 years ടു ലിസൺ ടു അതേഴ്സ്. എന്താണ് ഭാഗ്യവശാൽ എനിക്ക് എന്താണ് ദൈവം 2 ചെവി തന്നിട്ടുണ്ട്. എന്താണ് മറ്റുള്ള മനുഷ്യരെ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം എനിക്ക് ചെവി തന്നിട്ടുണ്ട് എന്ന് പറയാണ്. ഐ ഹിയർ ദം ഔട്ട് വിത്ത് സിമ്പതി ആൻഡ് വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ്. എന്താണ് ഞാൻ കേൾക്കുന്നുണ്ട് അല്ലെ, എന്താണ് ഒരു സിമ്പതിയും കൂടാതെ അല്ലെങ്കിൽ ഒരാളെയും ഒന്നിനും വേണ്ടിയിട്ട് ജഡ്ജ് ചെയ്യാതെ ഞാൻ എന്താണ് അവരെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഈ ഒരു ഭാഗം അവളുടെ ചോദ്യങ്ങൾക്ക്, അവളുടെ കുറുമ്പുള്ള ചോദ്യങ്ങൾക്ക്, നമ്മുടെ എഴുത്തുകാരുടെ കുറുമ്പുള്ള ചോദ്യങ്ങൾക്ക് കറക്റ്റായ രീതിയിൽ മറുപടി പറയുകയാണ് ആര്? നമ്മുടെ രത്ന. ഓക്കെ. When a person in trouble or under a lot of strain finds an outlet for his worries. എന്താ പറയണത്? ഇനി നമ്മുടെ ഒരു പേഴ്സൺ അല്ല അയാൾ ഒരു ട്രബിളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രെയിനിലോ ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വറീസിലോ ഇരിക്കുകയാണെങ്കിൽ ഇറ്റ് റിലീവ്സ് ഹാഫ് ഹിസ് ബർഡൻ. I thought for some time and said, but don't you ever break the confidence and tell others the secrets you hear even by mistake. എന്താണ് അവളിങ്ങനെ പറയാണ്, രത്ന ഇങ്ങനെ പറയാണ്, എന്താണ് when a person in trouble, അവരുടെ ഒരു പ്രശ്നത്തിലായിരിക്കുമ്പോൾ അവരുടെ സ്ട്രെയിനിലായിരിക്കുമ്പോൾ അവരുടെ വിഷമങ്ങൾ വറീസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ എന്താണ് അവരുടെ ഒരു പകുതി ഭാരം അല്ലെ, ഹാഫ് ബേർഡൻ ഒക്കെ എന്താണ് അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോയതായി, അങ്ങനെ കൊഴിഞ്ഞു പോയതായിട്ട് തോന്നാം അല്ലെ, അവർക്ക് റിലീഫ്സ് കിട്ടാം എന്നുള്ളതാണ് രത്ന പറയുന്നത്. അപ്പൊ പിന്നെയും ഇവളുടെ ചോദ്യമാണ് നമ്മുടെ എഴുത്തുകാരുടെ. ഐ തോട്ട് ഫോർ സം ടൈം ആൻഡ് സെഡ്, ഞാൻ കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം പിന്നെയും ചോദിക്കുകയാണ്, ബട്ട് ഡോണ്ട് യു എവർ ബ്രേക്ക് ദി കോൺഫിഡൻസ് ആൻഡ് ടെൽ അതേഴ്സ് ദി സീക്രറ്റ് യു ഹിയർ even by mistake. എന്താണ് നിങ്ങളിങ്ങനെ എല്ലാവരുടെ കഥയും കേൾക്കുന്നില്ലേ? ഇവരുടെ ഈ ഒരു പ്രായത്തിന്റെ ഒരു ചെറിയൊരു പ്രായത്തിന്റെ കുറുമ്പോട് കൂടി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി കാണണം. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങളിങ്ങനെ എല്ലാവരുടെയും കഥയൊക്കെ കേൾക്കണില്ലേ? ആ ഒരു കഥയൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മറ്റുള്ള ആൾക്കാരുടെ സ്വകാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ രഹസ്യങ്ങള് അതൊക്കെ എന്താണ് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു പോവോ, അങ്ങനെ ഒരു മിസ്റ്റേക്ക് ആയിട്ട് എപ്പോഴെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും, അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് ഇവള്. അപ്പൊ പറയാണ് നമ്മുടെ രത്ന പറയാണേ, നോട്ട് ഇവൺ ഇൻ മൈ ഡ്രീംസ്, എന്റെ സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയാണ്. ഐ കൺസിഡർ ദാറ്റ് ടു ബി ദ വേഴ്സ്റ്റ് കൈൻഡ് ഓഫ് ബിട്രിയൽ. എന്താ പറയുന്നത്? ഞാൻ അതിനെ കാണുന്നത് അങ്ങനെ ഒരാളുടെ സ്വകാര്യ കാര്യങ്ങളെ, പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ, അവരുടെ സീക്രട്ടുകളെ മറ്റൊരാളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് ഏറ്റവും തെറ്റായി, ഏറ്റവും ബിട്രിയലായിട്ടാണ് ആര് കാണുന്നത്? രത്ന കാണുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും അവരുടെ സീക്രട്ടുകൾ ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരാളടുത്ത് ഒന്ന് പറയാനോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഐ ഡോണ്ട് തിങ്ക് ദർ ഈസ് എ ഗ്രേറ്റസ്റ്റ് സിൻ ദാൻ ബിട്രേയിങ് സംവൺസ് കോൺഫിഡൻസ്. എന്താണ് ഞാൻ വിചാരിക്കുന്നത്? എന്താണ് ഒരാളുടെ രഹസ്യങ്ങള് അല്ലെങ്കിൽ സീക്രട്ടുകള്, അവരുടെ സ്വകാര്യതകള് മറ്റുള്ള ആൾക്കാരോട് ഡിസ്കസ് ചെയ്യുന്നതാണ് ലോകത്തിൽ ഏറ്റവും മോശമായ പ്രവണത, ഏറ്റവും മോശമായ പ്രവൃത്തി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. They tell me their worries because they know I will never talk about it or gossip about it to another person. അവർ എന്നോട് സംസാരിക്കുന്നത് എന്ത് വിശ്വാസത്തിലാണ്? ഞാൻ ഒരിക്കലും അവരെ ചതിക്കില്ല, ഞാൻ ഒരിക്കലും ഈ കഥകളൊന്നും മറ്റൊരാളോട് പോയിട്ട് സംസാരിക്കില്ല. ഇത് ഗോസിപ്പിന്റെ രൂപത്തിൽ അതൊരിക്കലും അവരെ തിരിഞ്ഞു കൊത്തി വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ എൻ്റെ അടുത്ത് സംസാരിക്കുകയും അവരെൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നത്.
only when they know their words are secure with me. അവർക്ക് ഉറപ്പുണ്ടല്ലേ അവരുടെ വേർഡ്സ് അവർ പറയുന്ന വാക്കുകളെല്ലാം തന്നെ അത്രയും സുരക്ഷിതമായിട്ട് എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. Can they talk to me freely? അതുകൊണ്ട് മാത്രമാണ് അവർക്ക് എൻ്റെ അടുത്ത് എങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്, വളരെ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. This way I relieve their burden for a short while till they are ready to pick themselves up and carry on with their journey. എന്താ പറയുന്നത് ഈ ഒരു വഴിയിലെ this way I relieve their burden എന്താണ് ഞാൻ എന്ത് ചെയ്യാണ് അവരുടെ ബേർഡൻ അവരുടെ ഭാരത്തെ ഉപേക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇറക്കി വെക്കാൻ വേണ്ടി തൽക്കാലത്തേക്കെങ്കിലും ഒരു റിലീഫ് കിട്ടാൻ വേണ്ടി സഹായിക്കുകയാണ് കുറച്ചു നേരത്തേക്കെങ്കിലും. എന്താണ് അവരുടെ വീണ്ടും അവർക്ക് ആ ഭാരത്തെ പൊക്കിയെടുത്ത് അവരുടെ യാത്ര തുടരുന്നതിന് വേണ്ടിയിട്ട് തൽക്കാലത്തേക്കെങ്കിലും അവർക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി അവരുടെ ബേർഡനെ ഇറക്കി വെക്കാൻ വേണ്ടി ഞാൻ സഹായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ആര് പറയുന്നത്, രത്ന പറയുന്നത്. ഇത് എവിടെയാണ് നമ്മൾ കേട്ടത്? നേരത്തെ മുത്തച്ഛൻ പറഞ്ഞ അതേ വാക്കുകൾ അല്ലെ. ഈ ഒറഗല്ലു എന്ന് പറഞ്ഞാൽ ഒരു വെറും കല്ലല്ലേ മുത്തച്ഛ എന്ന ഈ എഴുത്തുകാരുടെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഈ എഴുത്തുകാരുടെ ചോദ്യത്തില് ഇതാ ഈ ഒരു യൗവനത്തിന്റെ പ്രായത്തിൽ തുടക്കം നിൽക്കുന്ന ഒരു ജോലിയിൽ കയറിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള നമ്മുടെ ഓദർ എങ്ങനെയാണോ കൊച്ചുകുട്ടി പെരുമാറുന്നത് അതേ ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോ ഇവിടെ രത്ന കൊടുക്കുന്ന മറുപടി അല്ലെ സീനിയർ ആയിട്ട് ഒരു ക്ലർക്ക് എന്ന നിലയിൽ മാത്രമല്ല ഒരു വലിയ അനുഭവം ജീവിതത്തിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണോ മുത്തശ്ശൻ തന്റെ കൊച്ചുമകൾക്ക് പകർന്നു കൊടുത്തത് അതേ രീതിയിലുള്ള ഒരു വാക്കുകൾ തന്നെയാണ് രത്നയിൽ നിന്നും ഉണ്ടാവുന്നത് അല്ലെ. Her words uncannily echoed my grandfather's sitting on the stone bench under the banyan tree. ഇതെന്താണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഉള്ളിൽ നിന്നല്ലേ എൻ്റെ മുത്തശ്ശൻ എവിടെ ഇരുന്ന് ആ ബനിയൻ ട്രീയുടെ താഴെ ഇരുന്നു കൊണ്ട് പറയുന്ന കാര്യങ്ങൾ അത് എക്കോ ചെയ്ത് എൻ്റെ അടുത്ത് വരുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ്. അത് തന്നെയല്ലേ ഈ വാക്കുകൾ അത് തന്നെയല്ലേ എന്ന് ഈ നമ്മുടെ എഴുത്തുകാരി ഓർത്തെടുക്കുകയാണ്. Perhaps in their own small ways without access to great wealth both these people were doing tremendous social service. എന്താണ് ഈ രണ്ട് മനുഷ്യർ അല്ല ആര് മുത്തശ്ശനും ഈ രത്നയും അല്ലെ ഈ രണ്ട് മനുഷ്യരും അവരുടെ ജീവിതത്തിൽ ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയ ആളുകളല്ല അല്ല ഒരുപാട് വെൽത്ത് ഉണ്ടാക്കിയ ആളുകളല്ല സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയ ആളുകളല്ല. പക്ഷെ അവർ രണ്ടുപേരും എന്താണ് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത്? ഈ നാടിനകത്ത് ഏറ്റവും മെച്ചപ്പെട്ട സോഷ്യൽ സർവീസ് ആണ് അവർ ചെയ്യുന്നത്. എല്ലാ മനുഷ്യർക്കും സമാധാനം കിട്ടുന്നതിന് വേണ്ടി അതിനൊരു ഇട ഉണ്ടാക്കി കൊടുക്കാനുള്ള ഇടപെടലാണ് ഇവർ രണ്ടുപേരും ചെയ്യുന്നത്. No one thought of acknowledging their work or rewarding them for it. അല്ലേ ഒരാളും അതിനെപ്പറ്റി അന്വേഷിക്കാനോ അതിന് അവാർഡ് കൊടുക്കാനോ ഒന്നുമില്ല. ബട്ട് ദേ കണ്ടിന്യൂ ടു ഡു സോ അല്ലെ പക്ഷെ അവരത് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ആസ് ദിസ് ആക്ട് ഓഫ് കൈൻഡ്നസ് ഗേവ് ദം ജോയ് അല്ലെ ഇതെന്താണ് അവർക്ക് അവരുടെ ദയ അല്ലെ ഈ പറയുന്ന പോലെ ഭയങ്കര സന്തോഷം. അത് എന്താണ് ഒരാൾക്കൊരു റിലീഫ് ഉണ്ടാവുന്ന കാര്യം കാണുമ്പോൾ കേൾക്കുമ്പോൾ ഇവർക്കൊരു സന്തോഷം ഉണ്ടാവുകയും അല്ലെ ആ ഒരു തരത്തിലുള്ള സ്നേഹവും ദയയും ഒക്കെയാണ് ആ ഒരു സന്തോഷമൊക്കെയാണ് അവരിൽ ഉണ്ടാവുന്നത്. അത് ആർക്ക് വേണ്ടി ഒരു അവാർഡിന് വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല. ഇവർ ഇതാരോടും പോയി പറയുന്നുമില്ല. ഇതെന്തു വേണ്ടി മാത്രമാണ്? അത് ഒരു സോഷ്യൽ സർവീസ് എന്ന രീതിയിൽ മനുഷ്യരെ സാമൂഹ്യ ജീവികളെ ഒരു സമൂഹത്തിലെ അംഗം എന്ന രീതിയിൽ ഇവരോട് ഇടകലർന്ന് ഇവരെ കൂടി ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കുക അവരുടെ പ്രശ്നങ്ങളൊന്ന് താൽക്കാലത്തേക്കെങ്കിലും പരിഹരിക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തുക മാത്രമാണ് ഇവർ രണ്ടുപേരും ചെയ്തത് അല്ലെ. If ever now I happen to pass a Horagallu in a village, I remember them and wish there were many more of them in this world. എന്താ പറയുന്നത്? ഞാൻ എൻ്റെ ഗ്രാമത്തിൽ കൂടി അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ ഈ ഹൊറഗല്ലുവിന്റെ ഭാഗത്തുകൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഹൊറഗല്ലുകൾ കാണുമ്പോൾ ഇവളുടെ മനസ്സിൽ നമ്മുടെ എഴുത്തുകാരുടെ മനസ്സിൽ എന്തുണ്ടാവുന്നു എന്നാ പറയുന്നത്? ഞാൻ ആലോചിക്കുകയാണ് ഈ ലോകത്ത് മുഴുവൻ ഇത്തരത്തിലുള്ള ഹൊറഗല്ലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് എത്ര നല്ലതായിരുന്നു, നമ്മുടെ സമൂഹത്തിന് എത്ര നല്ലതായിരുന്നു, നമ്മുടെ നാടിന് എത്രമാത്രം നല്ലതായിരുന്നു എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെയാണ് ഈ കഥ ഇവിടെ അവസാനിപ്പിച്ച് വെക്കുന്നത്. ഓക്കെ അല്ലേ? വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു
ചാപ്റ്റർ ഇവിടെ പറഞ്ഞു നിർത്തുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണുന്നത്? ഒരു വലിയൊരു അനുഭവമാണ് അല്ലെ. നമ്മുടെ കുട്ടിക്കാലത്ത് ഇതുപോലെയുള്ള പല ഓർമ്മകളും നമ്മുടെ ഇടയിലേക്ക് വരുന്നുണ്ടാവാം. നമ്മുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള പല അനുഭവങ്ങൾ നമ്മുടെ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ പറഞ്ഞു തരുന്ന അനുഭവങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും എന്താ പറയാ, എപ്പോഴും ഒരു ഓർമ്മയായിട്ട് ഈ പറയുന്ന മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഒക്കെ കഥകൾ നമ്മൾ മിസ് ചെയ്യുന്നത് അല്ലെ. പണ്ട് കിടക്കാൻ നേരത്തിൽ വൈകുന്നേരം സന്ധ്യക്ക് ശേഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഥ കേൾക്കാൻ ഇരിക്കുന്ന കുട്ടികളുണ്ടായി. ആ സമയത്ത് അവർ ഒരുപാട് കഥകൾ പറയാറുണ്ട് അല്ലെ. ഗുണപാഠ കഥകൾ പറയാറുണ്ട്, നമ്മൾ ഉറക്കാൻ വേണ്ടിയുള്ള കഥകൾ പറയാറുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ ഇന്നത്തെ ആളുകൾ അത് മിസ് ചെയ്യുന്നു, ഇന്നത്തെ കുട്ടികളെ മിസ് ചെയ്യുന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അങ്ങനെ മിസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചിലപ്പോൾ ജീവിതത്തിന് ഒരുപാട് അർത്ഥം തരുന്നതാണ്. പണ്ടുള്ള ആൾക്കാർക്ക് പരസ്പരം ഒരു കൂട്ടുകുടുംബവും അതുപോലെ എല്ലാ അർത്ഥത്തിലും പരസ്പരം ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് എങ്ങനെയാണ്? ഇത്തരം മുതിർന്ന ആളുകൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നതിലോടുകൂടി ഇത്തരം കഥകൾ പങ്കുവെക്കുന്നതോടുകൂടിയിട്ട് പരസ്പരം സ്നേഹവും ഐക്യവും സമാധാനവും രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാ കുടുംബത്തിലും അങ്ങനെയുള്ള കാര്യങ്ങൾ രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളെല്ലാം തന്നെ ആര് നടത്താറുണ്ട് എന്നുള്ളതാണ്, ഈ പറയുന്ന ആളുകൾ നടത്താറുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് എന്താ ഉണ്ടാവുന്നത്? ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കുന്നില്ല, ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കാണുന്നില്ല. ഒന്നും കാണാതെ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തായി പോകുന്നുണ്ട്? ആളുകള് പരസ്പരം സ്നേഹമോ സമാധാനമോ ഐക്യമോ അല്ലെങ്കിൽ ഒരു സഹകരണവും ഇല്ലാതെ ബന്ധങ്ങൾ പോലും എന്താണ്, സ്വന്തം അച്ഛനാണ് അമ്മയാണ്, അല്ലെ എൻ്റെ മകനാണ് എൻ്റെ മകളാണ്, അല്ലെ എൻ്റെ സഹോദരങ്ങളാണ് എന്നുള്ള പരസ്പര ബോധം പോലും ഇല്ലാതെ എൻ്റെ കൂട്ടുകാരാണ് എൻ്റെ കൂട്ടുകാരിയാണ്, എൻ്റെ ടീച്ചറാണ്, എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ആളാണ് എന്ന ബോധം പോലും ഇല്ലാത്ത രീതിയിൽ ഒട്ടും മാനുഷിക പരിഗണന ഇല്ലാതെ പെരുമാറുന്ന ആളുകളായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉള്ള ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ഈ കഥയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാം അല്ലെ. അപ്പോൾ നമ്മുടെ ഈ കഥ എന്താണ് നമുക്ക് തരുന്ന ഗുണപാഠം? നമുക്ക് ഉണ്ടാവുന്ന ലൈഫിലെ ഓരോ മൊമെന്റ്സും നമ്മൾ മനസ്സിൽ കോറിയിട്ട് കൊണ്ടേയിരിക്കണം. അത് എവിടെയെങ്കിലും നമുക്ക് ഉപയോഗിക്കാനോ ഓർമ്മപ്പെടുത്താനോ നമ്മളെ ജീവിതമായിട്ട് കണക്ട് ചെയ്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന ഒന്നാണ്. എന്നാൽ മാത്രമേ നമ്മുടെ സമൂഹം വളരുകയുള്ളൂ, ജീവിതം വളരുകയുള്ളൂ. അങ്ങനെ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് നമുക്ക് സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഇതിലെന്താണ്, നമുക്കിപ്പോ ഒന്നിനും സമയമില്ലാത്ത കാലമാണ്. ആർക്കും ഒന്നിനും സമയമില്ല. എല്ലാവരും സമയം കൈ പിടിച്ച് നടക്കുക എന്നൊരു വർത്തമാനം പറയും അല്ലെ. സമയം കൈ പിടിച്ചാണ് നടക്കുന്നത്. രാവിലെ എണീക്കുന്നുണ്ടാവും, ചിലപ്പോൾ ട്യൂഷൻ ഇരിക്കുന്നുണ്ടാവും, അത് കഴിഞ്ഞ് സ്കൂളിൽ പോകുന്നുണ്ടാവും, തിരിച്ചു വരുന്നുണ്ടാവും, ട്യൂഷൻ ഉണ്ടാവും, തിരിച്ച് കിടന്നുണ്ടാവും. ഇനിയിപ്പം വീട്ടിലുള്ള അച്ഛനമ്മമാരുടെ കാര്യം അല്ലെങ്കിൽ രാവിലെ എണീക്കുന്നുണ്ടാവും, ജോലികൾ ചെയ്യുന്നുണ്ടാവും, അവർ പെട്ടെന്ന് തന്നെ അവരുടെ ഓഫീസിലോട്ടോ അവരുടെ വർക്ക് സൈറ്റിലോട്ടോ പോകുന്നുണ്ടാവും, അത് കഴിഞ്ഞ് വീണ്ടും വരുന്നുണ്ടാവും. ആർക്കും ഒന്നും പരസ്പരം കാണാനോ മിണ്ടാനോ സംസാരിക്കാനോ ഇടമില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണുള്ളത്. അതുകൊണ്ടാണ് എന്ത്, നമ്മളിപ്പോ കുറെ ആൾക്കാർ ഇപ്പോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് കേരളത്തിൽ തന്നെ ഒരു 90% ആളുകളുടെ അടുത്ത് ആളുകൾ സ്ട്രെസ്സിലാണ്. അവരുടെ വർക്കുമായി ബന്ധപ്പെട്ടോ വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ടോ അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ടോ സ്ട്രെസ് ഫീൽ ചെയ്യാണ്. അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും പണ്ടൊക്കെ ഈ സൈക്കാട്രിസ്റ്റുകളെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളെ കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇനി പോട്ടെ നമ്മളൊരു കൗൺസിലർ കാണാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സമയം അത് പണ്ടിങ്ങനെ എന്തെങ്കിലും അസുഖവുമായി ബന്ധപ്പെട്ട് മാത്രമേ പോകാറുള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷെ എന്താണ്, ഇന്നെല്ലാ പല ആളുകളും നമ്മൾ പോലും അറിയാതെ പോയി കാണണ്ട, ആർക്കും ഉറക്കില്ല, ആർക്കും ആരോടും ഒന്നും പറയാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയാണ്. പരസ്പരം ഷെയർ ചെയ്ത പണ്ട് കൂട്ടുകുടുംബങ്ങൾ ഉണ്ടാവുന്നത്, പരസ്പരം ഷെയറിങ് ഉണ്ടാവുന്നു. അതിലൂടെ അവരുടെ പല പ്രശ്നങ്ങളും അവര് മറക്കുകയും അതിന്റെ ഭാരം ഇറക്കി വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ആർക്കും ആരോടും ഒന്നും പറയാൻ വേണ്ടി പറ്റാത്ത രീതി, അതായത് ബന്ധങ്ങൾ അത്രമേൽ നേർത്തുപോയി എന്ന് പറയാറുണ്ട് അല്ലെ. നമ്മളൊരു ദൃഢതയില്ലാതെ ബന്ധങ്ങളെല്ലാം തന്നെ നേർത്തുപോയി. ആർക്കും ആരോടും ഒന്നും തുറന്ന് സംസാരിക്കാൻ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് പോലും പറയാൻ പറ്റാതെ വെറുതെ ഒരു പൊള്ളയായ ജീവിതമാണ് ഇന്ന് ലോകത്തിലെ മനുഷ്യരെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇവരാകെ പോയി കാണുന്നത് ഇത്രയുള്ള ആളുകളാണ്. എന്നിട്ട് ഉറങ്ങാനുള്ള മരുന്ന് കഴിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സിന് വേണ്ടിയിട്ടുള്ള മരുന്നൊക്കെ എടുത്ത് ജീവിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിനും അപ്പുറത്തേക്ക് നമുക്ക് എന്താ വേണ്ടത്? ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാവണം. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലെ കൂട്ടുകാരുണ്ട് എങ്കിൽ ആ കൂട്ടുകാരന്റെ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ പ്രശ്നങ്ങൾ കേൾക്കുക. അപ്പൊ അവനോ അവൾക്കോ കിട്ടുന്ന ഒരു സമാധാനം വലുതായിരിക്കും. അവളുടെ ടെൻഷൻ നമ്മളുടെ ഒരു വാക്കുകൊണ്ട് അതൊന്നും അങ്ങനെ എല്ലാവരോ സാരില്ല പോട്ടെ എന്നൊക്കെ പറയുന്ന കുറച്ച് വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ അവൾ അവനൊരു വലിയ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട് വരാം. ഇതാണ് ഈ കഥയിലൂടെ നമ്മൾ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അല്ലെ. നമ്മുടെ തന്നെ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളൊക്കെ പല ആളുകളും ഭയങ്കര
എന്താ പറയാ, ഒട്ടും മനസ്സിന് കട്ടിയില്ലാത്ത മനുഷ്യരായിട്ട് ജീവിച്ചു വരികയാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടോ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനോ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടോ അവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളായിട്ട് നിങ്ങൾ വളരണം. അങ്ങനെ വളർന്നാൽ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ, നിങ്ങളെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ അല്ലെങ്കിൽ നിങ്ങളോ ഒരു അബദ്ധത്തിൽ പോയി ചാടുമ്പോൾ ഒരു തെറ്റിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് അയ്യോ അത് വേണ്ട, അത് ഇങ്ങനെ ഒന്ന് പരിഹരിച്ചാൽ പോലെ എന്നൊരു നിർദ്ദേശമെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ആൾക്കാരും പരസ്പരം എല്ലാ വിഷയങ്ങളും എന്താണ് തനിക്കൊരു 2-3 കൂട്ടുകാരനോ കൂട്ടുകാരി ഉണ്ടായിട്ട് അവരോടെങ്കിലും ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന മനുഷ്യരായിട്ട് നമ്മൾ വളരണം. ലോകം അത്രമേൽ കഠിനമായിട്ട് പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ചാപ്റ്ററുകളെല്ലാം തന്നെ നമ്മുടെ ഇടയിലേക്ക് ഇറക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർക്കാർ ശ്രമിക്കുന്നത്, നമ്മുടെ വിദ്യാഭ്യാസ മേഖല ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചാപ്റ്ററുകൾ നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇതിനെ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ് മുറികൾ, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും, നിങ്ങളുടെ ക്ലാസ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. നമ്മുടെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ എല്ലാം തന്നെ മറികടക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഷെയറിങ് ആൻഡ് കെയറിങ്, ഈ 2 കാര്യവും വളരെ വലുതാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ ഇനീഷ്യേറ്റീവ് എടുക്കണം. ഈ പാഠം ഓരോ ഘട്ടത്തിലും വായിക്കുമ്പോൾ ഈ ഹൊറഗല്ലൂവിനെ വെറും ഒരു കല്ലായി കാണാതെ ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും ഇപ്പൊ കാണാൻ വേണ്ടിയിട്ട് ഹൊറഗല്ലു ഒന്നും എവിടെ ഇല്ലെങ്കിൽ കൂടി നമ്മുടെ ജീവിതത്തിലുമുണ്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒക്കെ തുരുത്തുകൾ എന്ന തിരിച്ചറിവ് കൊടുക്കാൻ വേണ്ടി, അങ്ങനെ ഒരു കമ്പാരിസണോട് കൂടിയിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എക്സാമുകളിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മക്കളെ നിങ്ങൾ ഈ പാഠം നന്നായിട്ടൊന്ന് വായിക്കുക. വളരെ സിമ്പിൾ ആയിട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത് അല്ലെ, സുധാമൂർത്തി നമ്മളെ മുന്നിലേക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് എഴുതിയെടുത്ത് വരുമ്പോൾ അവർക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടാവും. ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങൾ ഈ ചാപ്റ്ററെ നോക്കിക്കാണണം. അതേ രീതിയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഒക്കെ ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ വരുന്ന സമയമാകുമ്പോഴേക്ക് ഇത് നന്നായി വായിച്ച് ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻസ് ലൈൻ ബൈ ലൈൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് പോയിട്ടുണ്ട്. അത് നന്നായിട്ട് കേൾക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. അത് ഒറ്റ ഇരുപ്പിൽ തന്നെ കേട്ടാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അത് നല്ല രീതിയിൽ വായിച്ച് പഠിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് ഉഷാറായിട്ടിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ. ഓക്കെ, അതുവരെ എല്ലാവർക്കും ബൈ.